മസ്തകത്തിൽ മുറിവേറ്റ് കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിലിരിക്കെ ചരിഞ്ഞ കാട്ടുകൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആരംഭിച്ചിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. ഇപ്പോൾ തൃശ്ശൂർ മണ്ണുത്തിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘമാണ് എത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങളിലേക്കും ദൃശ്യങ്ങളാണ്. കാരണം ആഴത്തിലുള്ള അഭയാരണ്യ കേന്ദ്രത്തിൽ വെച്ച് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അത് കഴിഞ്ഞ സംസ്കാരവും അവിടെ തന്നെയായിരിക്കും. കോടനാടേക്ക് ചികിത്സയ്ക്ക് വേണ്ടി എത്തിച്ച ആന ഇന്ന് ഉച്ചയോടുകൂടിയാണ് ചെരിഞ്ഞത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. റിയ ബേബി നമുക്കൊപ്പം ചേരുന്നു. റിയ, പോസ്റ്റ്മോർട്ടം ആരംഭിച്ചോ? പോസ്റ്റ്മോർട്ടം നടപടികളാണ് കോടനാട് അഭയാരണ്യത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക സംഘത്തെ തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രാരംഭ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതിനായി പ്രത്യേക സംഘത്തെ അല്പസമയം മുമ്പ് നിയോഗിച്ചിരുന്നു. അതിലായി മണ്ണുത്തിയിൽ നിന്നുള്ള പ്രത്യേക ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ AFVO ഡോക്ടർ ഡേവിഡ് എബ്രഹാം, ഡോക്ടർ അനൂപ് രാജ്, മിഥുൻ AV, സിറിൽ, അതോടൊപ്പം തന്നെ സിനി എൽദോ, ഡോക്ടർ അരുൺ ബേസിൽ, അതുകൂടാതെ NGO പ്രതിനിധികളടക്കമുള്ള പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്നത്. കാരണം ആന ചെരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി തുടർ നടപടികൾ പൂർത്തിയാക്കേണ്ടത് ഈ സംഘമാണ്. ഇവരുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും എന്താണ് ആനയുടെ മരണകാരണം സംബന്ധിച്ചടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാവുക. അത് ഏതാണ്ട് 2 മണിക്കൂറോളം നീളുന്ന പോസ്റ്റ്മോർട്ടം ആയിരിക്കുമെന്നാണ് ഡോക്ടർമാരുടെ സംഘം നേരത്തെ വ്യക്തമാക്കിയത്. പ്രാഥമികമായി തന്നെ ഹൃദയാഘാതം എന്നൊരു നിഗമനമായിരുന്നു നേരത്തെ വാർത്താക്കുറിപ്പിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. പക്ഷേ ഇതിന്റെ കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരേണ്ടതുണ്ട് എന്നതാണ് ഈ ഡോക്ടർമാരുടെ സംഘം നേരത്തെ പറഞ്ഞത്. എന്തായാലും അഭയാരണ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആ നടപടികൾ ഏതാണ്ട് 2 മണിക്കൂറോളം നീളും. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നൽകിയത്. അങ്ങനെ